കറുപ്പം വെളുപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് മുൻ CPM നേതാവും ഇപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ ശ്രീ G. സുധാകരൻ്റെ വെളിപ്പെടുത്തലുകളാണ്. മുൻപൊരു വീഡിയോയിൽ കേരളത്തിലെ ദേവസ്വം മന്ത്രിമാരുടെ തലയിലെഴുത്തിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് ശ്രീ G. സുധാകരൻ സാറിനെ ഞാൻ ഒന്ന് മെൻഷൻ ചെയ്തു പോയായിരുന്നു. അദ്ദേഹത്തെ പറ്റി കൂടുതൽ വീഡിയോകൾ ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് അന്നേ അറിയാം. അങ്ങനൊരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് 1989 പാർലമെന്റ് ഇലക്ഷനിൽ വക്കം പുരുഷോത്തമനോട് CPM തോറ്റ ഇലക്ഷന്റെ കണക്കുകളാണ് അദ്ദേഹം പറയുന്നത്. നോക്കണം, പോരായ്മകൾ പരിഹരിക്കണം. ആദ്യകാല പ്രവർത്തകരുടെ പ്രവർത്തനവും അനുഭവങ്ങളും അതിന് ആവേശം നൽകുമെന്നുള്ളത് കൊണ്ടായിരിക്കും നിങ്ങളുടെ യോഗം വിളിച്ചുകൂട്ടിയത്. ഞാൻ ഇപ്പോൾ തന്നെ അത് ദീർഘിച്ചു പോയി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം പറയാനുള്ളൂ, ഈ ഇലക്ഷന് പോസ്റ്റൽ ബാലറ്റ് ചെയ്യുമ്പോൾ NGOയുടെ എല്ലാവരും വേറെയാണ് വോട്ട് ചെയ്യുന്നത്. കുറച്ചുപേര് ചെയ്യുന്നുണ്ട്, എല്ലാവരും അല്ലല്ലോ. പൊട്ടിച്ച് തരുന്നതുകൊണ്ട് അറിയത്തില്ല, ഞങ്ങളത് പൊട്ടിക്കും. അത് പൊട്ടിക്കുമെന്നാണ് ചിന്തിക്കുന്നത്. അല്ലെ തരരുത് നമ്മുടെ കയ്യിൽ. നമ്മുടെ കയ്യിൽ തരണ്ട, നേരിട്ട് പോസ്റ്റ് ചെയ്തു. നിങ്ങളുടെ എല്ലാം MSCPയുടെ വലിയ നേതാവായിരുന്ന KS ജനറൽ ദേവദാസിന് ഇവിടെ പാർലമെന്റിൽ ആരും അറിയത്തില്ല. അദ്ദേഹത്തെ ഒരു മനുഷ്യനും അറിയത്തില്ല, ഒരാൾക്കും അറിയത്തില്ല. അവിടുന്ന് രാമേന്ദ്രൻ പിള്ള എല്ലാം കൂടെ പറഞ്ഞ് മത്സരിപ്പിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഏറ്റുവാങ്ങണം. വെറും 11,000 വോട്ടിനാണ് തോറ്റത്. സുജാത 70,000 വോട്ടിന് തോറ്റെടുത്ത്, ആരിഫ് 70 തോറ്റെടുത്ത് വെറും 11,000 തോറ്റത്. അത്ര വലിയ പ്രവർത്തനമായിരുന്നു. എന്റെ ഗുരുദാസന ഓട്ടെന്നും പറഞ്ഞൊരു ഇതടിച്ച് എല്ലാ വീടിന്റെ ഭിത്തിയാലും ഒപ്പിച്ചു കൊടുത്തു. ആ ഇലക്ഷൻ പോസ്റ്റർ ബാലറ്റ് അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്ന ഒരുപാട് പോസ്റ്റർ ബാലറ്റ് ഇട്ടു സാറിന്. അപ്പൊ എല്ലാം DC ഞങ്ങൾ പൊട്ടിക്കാൻ പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. മനസ്സിലായല്ലേ? അതൊക്കെ തെറ്റായ കാര്യം. NGOയിൽ പെട്ടവരെല്ലാം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ഭരണഘടന ഇത് പറയുന്നത് രാഷ്ട്രീയമില്ല. നിങ്ങളുടെ സംഘടനയ്ക്ക് ഏത് പാർട്ടിപ്പെട്ടവർക്കും ചെയ്യാം. അതങ്ങനെ പറയണം. ഞാൻ ഇന്നാർക്കാ വോട്ട് ചെയ്യുന്നത്. അതിനെന്താ പറഞ്ഞ ബഹുജന സംഘടനയിൽ പെട്ടവരെല്ലാം CPMന്റെ വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ മിക്കവാറും ചെയ്യുമല്ലോ. ഇവിടെ 100% ചെയ്യുന്നുണ്ട്. എവിടെയാണ് അന്ന് ലഭിച്ചതിൽ 15% കൂടുതൽ വോട്ടുകൾ, പോസ്റ്റൽ വോട്ടുകൾ CPMന് അനുകൂലമല്ലായിരുന്നു. അവയൊക്കെ ഞങ്ങൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്നാണ് സഖാവിന്റെ വീരവാദം. സുഹൃത്തുക്കളെ, നമുക്ക് ഇതിനകത്ത് അതിശയിക്കത്തക്കതൊന്നും ആയിട്ടില്ല. ഒരു സത്യം വെളിയിൽ വന്നേ ഉള്ളൂ. ഒരു അഭിസാരിക എത്ര പേരുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറയുന്നതിന് നമ്മൾ കണക്ക് വയ്ക്കേണ്ട കാര്യമില്ല. കാര്യം അവരുടെ ജീവിതം തന്നെ അതാണ്. അപ്പോൾ പിന്നെ അതിൽ എത്ര പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് ഒരാൾ അഭിസാരിക എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൻ്റെ ഒരു പേജിലെ ഒരു വരി മാത്രമേ ആകുന്നു ശ്രീ G. സുധാകരൻ പറഞ്ഞു. ഞാൻ കുറച്ചു കാലം വെസ്റ്റ് ബംഗാളിൽ ജോലിയിലുണ്ടായിരുന്നു, വളരെ കുറച്ചു കാലം. അന്ന് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, എങ്ങനെയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത്? ഞങ്ങൾ വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങളുടെ റേഷൻ കാർഡുകളെല്ലാം എല്ലാ ഇലക്ഷന് മുമ്പായിട്ട് ഞങ്ങളുടെ റേഷൻ കാർഡുകൾ പുതുക്കാൻ പോകും. പുതുക്കിയിട്ട് പാർട്ടിക്ക് കൃത്യമായി വോട്ട് ചെയ്യും എന്ന് ഉറപ്പുള്ളവരുടെ റേഷൻ കാർഡുകൾ മാത്രമേ തിരിച്ചു വരത്തുള്ളൂ. ബാക്കി എല്ലാവർക്കും അവരൊരു പർച്ചി കൊടുക്കും, ഒരു തുണ്ട് കൊടുക്കും. അതുകൊണ്ട് ഇത് തിരിച്ചു വരുന്നവരുടെ റേഷൻ മാത്രം വാങ്ങിക്കാം. അന്ന് സ്റ്റേഷൻ കാർഡ് വന്നിട്ടില്ല. ഇന്ന് റേഷൻ കാർഡ് മാത്രമേ ഉള്ളൂ ഒരാൾ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാനുള്ള ഒരു ആധികാരിക രേഖ. അപ്പോൾ ഈ റേഷൻ കാർഡ് ഇല്ലെങ്കിൽ അവരെയൊക്കെ ബംഗ്ലാദേശുകാരായിട്ട് മുദ്ര കുത്തി അവരൊന്നും വോട്ട് ചെയ്യാൻ അനുവദിക്കില്ലായിരുന്നു. 35 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെസ്റ്റ് ബംഗാളിൽ അധികാരത്തിലിരുന്നത് അവിടെ ഒന്നും പാലും തേനും ഒഴുക്കിയിട്ടല്ല എന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കും ഗോതമ്പാഹാരം കഴിക്കുന്നവർക്കും ഒരുപോലെ ഇന്ത്യയിൽ അറിയാം. എങ്ങനെയാണ് അവർ അധികാരത്തിൽ വന്നിരുന്നു എന്നതും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും വളരെ ഓപ്പണായിട്ടുള്ള ഒരു ചരിത്രമാണ്, ഒരു കഥയാണ്. അതിനകത്തൊരു ആംബിക്യൂഷനും ഇല്ല. പിന്നെ
പലരും വിളിച്ച് പറയാൻ മടിക്കുന്നത് കോമാളികൾ വിളിച്ച് പറയാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ജി സുധാകരൻ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ അങ്ങനെ ഒരു വെളിപ്പെടുത്തലാണ്. ഞാൻ തന്നെ ഫോഴ്സിൽ നിന്ന് ഉദ്യോഗം കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് 14 വർഷം ഞാൻ വോട്ട് ചെയ്യാതെ ഞാൻ അലഞ്ഞു നടക്കുകയായിരുന്നു. കാര്യം ഞാൻ എവിടെ ചെന്നാലും എനിക്ക് വോട്ടുണ്ടാവില്ല. വോട്ടുണ്ടെങ്കിൽ അവർ ചലഞ്ച് ചെയ്യും. കാര്യം ആസൂത്രിതമായിട്ട് ഇടതു മുന്നണിക്ക് കിട്ടൂല എന്ന് ഉറപ്പുള്ള വോട്ടുകൾ അവർ മറ്റു മണ്ഡലങ്ങളിലേക്ക് ഫോം 6 കൊടുത്തിട്ട് മാറ്റും. ഇപ്പോൾ പാർട്ടിക്കാരോട് ചെല്ലുമ്പോഴത്തേക്ക് വോട്ട് ചെയ്യുമ്പോൾ വോട്ടില്ല. ഇപ്പോൾ BJP-കാരനും കോൺഗ്രസ്സുകാരനും കിട്ടേണ്ട വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, ആളവിടെ ഉണ്ട്. നമുക്ക് വളരെ അടുത്ത കാലത്ത് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് വളരെ പബ്ലിക്കായിട്ട് വന്ന ഒരു കാര്യമാണ്. അത് ഏത് രീതിയിൽ എന്തുമാത്രം എക്സ്പോസ് ആയെന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയാമെന്നുള്ളത് നമ്മളെ ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ്. ആറ്റിങ്ങൽ ചിറയൻകീഴ് മണ്ഡലങ്ങൾ 50 വർഷത്തോളം വെസ്റ്റ് ബംഗാളിലെ പോലെ കുത്തകയായിട്ട് വെച്ചിരുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ ചിറയൻകീഴ് മണ്ഡലങ്ങൾ CPM. അവിടെ അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരു ദിവ്യൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോഴത്തേക്കാണ് അടൂർ എന്നൊരാള് കാട്ടാക്കട വന്ന് മത്സരിക്കുമ്പോഴത്തേക്കാണ് അദ്ദേഹം ആദ്യം ചെയ്തത് ഉള്ള വോട്ടുള്ള ആൾക്കാരുടെ പേരും അവരുടെ വിലാസങ്ങളും ശേഖരിക്കുകയും അത് തമ്മിൽ താരതമ്യം ചെയ്യാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയും ചെയ്തു എന്നായിരുന്നു. 10,000-കണക്കിന് ഇരട്ട വോട്ടുകൾ അദ്ദേഹം കണ്ടുപിടിച്ചു. ആ വോട്ടെല്ലാം അദ്ദേഹം ബ്ലോക്ക് ചെയ്തു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട്, എനിക്ക് തോന്നുന്നു വയലാർ രവിക്ക് ശേഷം ആദ്യമായിട്ട് ഈ മണ്ഡലം കോൺഗ്രസ് പാർട്ടി തിരിച്ചു പിടിക്കുന്നത് ഈ ഇരട്ട വോട്ടുകൾ മാറ്റിയപ്പോഴത്തേക്കാണ്. അപ്പോൾ ഒരു മണ്ഡലത്തിൻ്റെ, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നേമം എന്ന മണ്ഡലവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഭീമാപ്പള്ളി നേമം മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPM ആദ്യത്തെ ജോലി തുടങ്ങുന്നത് മണ്ഡല പുനർനിർണയത്തിലാണ്. മണ്ഡല പുനർനിർണയത്തിൽ അവർക്ക് കിട്ടേണ്ട വോട്ട് കിട്ടേണ്ട സ്ഥലങ്ങൾ ഏകോപിപ്പിച്ച് കിട്ടേണ്ട സ്ഥലങ്ങൾ ഒരു രീതിയിലാക്കും. അവർക്ക് കിട്ടേണ്ടാത്ത സ്ഥലങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാക്കി അത് കിട്ടിയില്ലെങ്കിലും പോട്ടെന്ന് വെക്കും. അപ്പോൾ അവർക്ക് കിട്ടേണ്ട മിനിമം സീറ്റ് ജില്ലയിൽ കിട്ടുക എന്നുള്ള രീതിയിൽ അവർ ആദ്യം മണ്ഡല പുനർനിർണയത്തിൽ ആദ്യത്തെ കളി കളിക്കും. അത് കഴിഞ്ഞ് വോട്ടർ പട്ടികയിൽ പേരുള്ളവരെ നോക്കിയിട്ട് അവർക്ക് വോട്ട് കിട്ടൂല എന്ന് ഉറപ്പുള്ളവരെ മറ്റു മണ്ഡലങ്ങളിൽ മാറ്റിയിട്ട് അടുത്ത കളി കളിക്കും. അത് കഴിഞ്ഞ് ഇനി വോട്ട് ചെയ്യാൻ വരുന്നവരെ, ചലഞ്ച് ചെയ്യാൻ പറ്റുന്നവരെ പരമാവധി വോട്ട് ചലഞ്ച് ചെയ്യും. പിന്നെ അവരുടെ ട്രേഡ് യൂണിയൻകാരെ കൊണ്ട് മാത്രമേ ഇലക്ഷന്റെ എല്ലാ ജോലികളും ചെയ്യിപ്പിക്കൂ. ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് ആസൂത്രിതമായി കേരളത്തിൽ നടന്നു വരുന്ന കാര്യങ്ങളാണ്. ഇത് ഇപ്പം ജി സുധാകരൻ പറഞ്ഞ പുതിയ കാര്യമല്ല. പക്ഷെ അദ്ദേഹം ഒരു കുറ്റം ഏറ്റു പറഞ്ഞിരിക്കുന്നു. ഞാനൊരു ഇലക്ടറൽ ഒഫൻസ് ചെയ്തു. അപ്പോൾ ഒരു ക്രിമിനൽ കുറ്റമായതിനാൽ അതിനകത്ത് കാലപരിധി നോക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റിന്, പോലീസിന് കേസെടുക്കാം, ഇലക്ഷൻ കമ്മീഷൻ, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് കേസെടുക്കാം, FIR ഇടാം, അന്വേഷിക്കാം, കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കുകയും ചെയ്യാം. മുമ്പ് CRPF-ലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയ കേസിലാണ്, നക്സൽ വർഗീസ് കേസിൽ ശിക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് ഇതൊരു പുതിയ കാര്യമല്ല, അത് വർഷങ്ങളോളം ശേഷമാണ്. ഇതിപ്പം 36 വർഷങ്ങളായിട്ടുള്ളൂ. അപ്പോൾ ആ ഇലക്ഷനിൽ CPM തോറ്റ ഒരു ഇലക്ഷനാണ്. അപ്പോൾ 15% വോട്ട് ഞങ്ങൾ തിരുത്തി എന്ന്, പോസ്റ്റൽ വോട്ടിന്റെ മൊത്തം വോട്ടിന്റെ 15% പോസ്റ്റൽ വോട്ടാണെന്നും അത് ഞങ്ങൾ തിരുത്തിയെന്നും പറയുമ്പോഴത്തേക്ക് ശ്രീ വക്കം പുരുഷോത്തമൻ 50% വോട്ട് വാങ്ങി ജയിക്കുമ്പോഴത്തേക്ക് 46.7% വോട്ട് വാങ്ങി ദേവിദാസ് എന്ന് പറയുന്ന ആള് 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ആ 2ാം സ്ഥാനം കിട്ടിയത് തന്നെ 15% വോട്ട് തിരുത്തിയിട്ടെന്നാണ് ശ്രീ ജി സുധാകരൻ സാർ പറയുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടെ അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്ന യഥാർത്ഥ വോട്ട് എത്രയായിരുന്നു? ഒരു 30% വോട്ടാണ്. ആലപ്പുഴ എന്ന് പറയുന്നത് CPM-ന്റെയും CPI-യുടെയും നെടുങ്കോട്ടയാണ്, പൊന്നാപുരം കോട്ട. അവിടെ പോലും 15% വോട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പോലും ജയിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് 89-ലെ CPM-ന്റെയും ഇടതുമുന്നണിയുടെയും ജനസമ്മതി എത്രയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നും കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളിലും ഓരോ ബൂത്തിലും ഇത് നടക്കുന്നുണ്ട്. അന്ന് BJP-ക്കാര് ഇത്രയ്ക്ക് കേരളത്തിൽ ആക്റ്റീവ് അല്ലായിരുന്നു. ഇപ്പൊ ഒരുവിധംപ്പെട്ട ശ്രീ അമിത്ഷാ പറഞ്ഞ പോലെ ഓരോ പേജിലും വോട്ടർ പട്ടികയുടെ ഓരോ പേജിലും ഒരാളെ വെച്ചിട്ട് BJP-ക്കാര് ഇന്ത്യയിൽ ഒട്ടാകെ
അതിനൊരു പേജ് സൂപ്പർവൈസർ വെച്ചിട്ടുണ്ട്. ഓരോ പേജും നോക്കാനും അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കാനും അവരെ ആൾക്കാരെ മോണിറ്റർ ചെയ്യാനും. ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 10,000 വോട്ട് ഇരട്ട വോട്ടുണ്ടായിരുന്നെങ്കിൽ 20 മണ്ഡലങ്ങൾ ഉള്ള കേരളത്തിൽ എത്ര വോട്ട് കള്ള വോട്ട് ചേർത്തിരിക്കുമെന്ന് കണക്കാക്കി നോക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കണ്ട, സിമ്പിൾ മാത്തമാറ്റിക്സ് പഠിച്ചാൽ മതി. 2 ലക്ഷം വോട്ട് എങ്കിലും കേരളത്തിലെ കള്ള വോട്ട് ഇരട്ട വോട്ട് നടക്കുന്നു. ഇത് അസംബ്ലി ഇലക്ഷന്റെ കാര്യമാണ്. തിരുവനന്തപുരം മണ്ഡലത്തിലാണ്, തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ്. അപ്പോ ഇലക്ഷന്റെ പതാക പോലും കെട്ടാൻ അനുവാദമില്ലാത്ത പാർട്ടി ഗ്രാമങ്ങളിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ എന്ന് പല ഇലക്ഷന് പോയ ഉദ്യോഗസ്ഥന്മാരും പറയുന്നുണ്ട്. അവരുടെ യൂണിയനിലുള്ള ആളല്ല പോയെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും വെളിയിലിറങ്ങാനുള്ള സൗകര്യം ആ വോട്ടെടുക്കുന്ന സ്ഥലങ്ങളിൽ അവർ കൊടുക്കാറില്ല. അപ്പൊ ഇതൊരു മുഷ്കാണ്, ഒരു ഉരുക്കു മുഷ്ടിയാണ്. അതിൻ്റെ ഒരു ചെറിയ വിവരമാണ് ഒരു കുറ്റസമ്മതമായിട്ട് വെളിയിൽ വന്നെങ്കിൽ. ഇതൊരു ചെറിയ കാര്യമാണെങ്കിലും പൊതുജനങ്ങൾ വളരെ ജാഗരൂകരാകേണ്ട കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ കേരളത്തിലെ എല്ലാ പോസ്റ്റൽ വോട്ടുകളും ഒരു പ്രത്യേക കേന്ദ്രത്തിൽ എത്തിച്ച് ഒരുമിച്ച് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ സൂപ്പർവിഷനിൽ നടത്തിയാൽ ഇത്തരമുള്ള ക്രമക്കേടുകൾ ഭാവിയിലെങ്കിലും ഒഴിവാക്കാൻ സാധിക്കും. ഇത് ആൾക്കാർക്ക്, ജനങ്ങൾക്ക്, പാർട്ടിക്കാർക്ക് ഇതൊരു മുന്നറിയിപ്പാണ്, തിരുത്താനുള്ള ഒരു അവസരമാണ്. നന്ദി, നമസ്കാരം.